നല്ല രീതിയിൽ നമ്മൾ മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർന്നേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രം അതിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് എനിക്ക് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ വരുന്നുണ്ട്, ഡൈ ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പം കുറേ പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, റിസൾട്ട് കിട്ടാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർ ചെയ്യുന്ന രീതിയുണ്ട്, ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ആ ഒരു നമ്മൾ പറയുന്ന കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്നും അതുപോലത്തെ ഒരു നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. നമ്മൾ പലപ്പോഴും വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ നരച്ചും അതുപോലെ തന്നെ അലർജി പ്രശ്നവും ഒക്കെ ഉണ്ടാകുന്നത് എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലെ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുടി കറുപ്പിക്കാൻ നോക്കുന്നത്, അല്ലേ? ഒരു ദിവസം നമ്മുടെ മുടി ഒന്ന് വെളുത്ത മുടി ഒന്ന് കറുപ്പിക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. കിട്ടിയവരുണ്ട്, കിട്ടാത്തവരെന്താണ് ചെയ്യേണ്ടത്? വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾ ഈ കാശ് മുടക്കി മേടിക്കുന്ന കെമിക്കൽ പോലല്ലല്ലോ, വെറും നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ. നിങ്ങൾക്ക് യാതൊരു 10 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഹെയർ ഡൈ ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു പാടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ എന്താ പറയുക, കെമിക്കൽ ഡൈ വാങ്ങിച്ചിട്ട് തേച്ചിട്ട് അലർജിയും ചൊറിച്ചിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാണ് പോയി സമാധാനം പറയുന്നത്? ശരിയല്ലേ? നിങ്ങൾ ആരോട് പരാതിപ്പെടും? ഇപ്പോഴത്തെ ഹെയർ ഡൈകളൊക്കെ 5 രൂപയുടെ പാക്കറ്റിലും 10 രൂപയുടെ പാക്കറ്റിലും, അതുപോലെ തന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് കെമിക്കലാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. അതുപോലെ തന്നെ 10ഉം 40ഉം രൂപ മുതൽ 10ഉം 2000 രൂപ വരെ ഉള്ള ഹെയർ ഡൈകളൊക്കെ വാങ്ങിക്കാറുണ്ട് ചിലർ തേക്കാനായിട്ട്. പക്ഷേ ചില ആൾക്കാർ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. അവർ അതിൻ്റെ കണ്ടീഷണർ, ഷാമ്പുവോ, തലയ്ക്ക് പ്രശ്നം വരാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ സെലിബ്രിറ്റികളാണ്, അവരതൊക്കെ കറക്റ്റ് ഇതിൽ ചെയ്തു പോകും. നമ്മളെ സാധാരണക്കാരെ ഡൈ ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളെന്താ അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത്, അതിലെന്താ കാര്യങ്ങളൊക്കെ നോക്കണമെന്നും ആർക്കും അറിയത്തില്ല. അതാണ് ഈ ഒരു വലിയ പ്രശ്നം വരുന്നത്. എന്നിട്ട് സാധാരണ എന്ന് വെച്ചാൽ വലിയ വില കൂടാത്ത ചെറിയ വില കുറഞ്ഞ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, അലർജി ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഹെയർ ഡൈ മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആരോട് പോയി സമാധാനം പറയും? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ഒരു കടയിലോ ഒക്കെ പോയി നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ഡൈ നോക്കുമ്പോൾ എന്താ, മുടി കറക്കാനായിട്ട് 5 മിനിറ്റ് കൊണ്ട് മുടി കറക്കും എന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ഓടി വന്നിട്ട് പെട്ടെന്ന് ഷാമ്പു പോലെ അപ്ലൈ ചെയ്യുന്നു, കഴുകിക്കളയുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പതിവായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ തലയിൽ പ്രശ്നം വരും, ചൊറിച്ചിൽ വരും, മുഖത്ത് നീര് വെക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ബാക്കി മുടികളെല്ലാം നരച്ചു പോകും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മുടി കറപ്പിക്കാനായിട്ട് മേടിക്കുന്ന ഹെയർ ഡൈകൾ പിറ്റേ മാസമാകുമ്പോൾ ബാക്കിയുള്ള ആ സൈഡിലുള്ള മുടി എല്ലാം നരയ്ക്കും, അല്ലേ? അപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾ ആരോടൊക്കെയാണ് പോയി സമാധാനം പറയുന്നത്? നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുമോ? നിങ്ങളുടെ ഇപ്പോൾ ഒരു മുടി കറപ്പിക്കാൻ, വെളുത്ത മുടി കറപ്പിക്കാൻ നിങ്ങൾ ഹെയർ ഡൈ വാങ്ങിച്ചിട്ട് അത് മുടി കറക്കുന്നു. പിറ്റേത്തെ മാസം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ മുടി മൊത്തം നരച്ചിരിക്കുന്നു. നിങ്ങൾ ആരോട് പോയി സമാധാനം പറയും? ഞാനൊന്ന് ചോദിക്കട്ടെ, ആരോട് പോയി നിങ്ങൾ സമാധാനം പറയും? സമാധാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ഹെയർ ഡൈ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരും, നമുക്ക് ഒന്ന് തേച്ചപ്പോഴേ തല മുഴുവൻ ചൊറിച്ചിലും പ്രശ്നങ്ങളും എല്ലാം ആയി, പുകച്ചിലൊക്കെ ആയി. നിങ്ങൾ ആ ഡൈ തിരിച്ചുകൊണ്ട് കടയിൽ കൊടുക്കുമോ? അതെന്നേരം നമ്മളെടുത്ത് കളയും, അല്ലാതെ അവരോട് പരാതിപ്പെടാൻ ചെല്ലുമോ നിങ്ങൾ? ഇല്ലല്ലോ. ഇതെന്താണ്, ഞാൻ പറഞ്ഞു തരുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഒരു കെമിക്കലും അല്ല പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കത് പിടിക്കാതെ ഇരിക്കാം, മനസ്സിലായോ? അത് ഓരോരുത്തരുടെ ഹെയറും വ്യത്യസ്തമായിരിക്കും. പിടിച്ചാൽ നല്ലതല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതല്ലേന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്താണ്, ഇത് ഉപയോഗിച്ച് നോക്കുക. ഒരു ദിവസം നിങ്ങളുടെ ഒരു വെളുത്ത മുടി കറപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്, യാതൊരു കെമിക്കലും ഇല്ലാതെ. അത് ഓർക്കുക. അപ്പോൾ ഇന്നും അതുപോലുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുന്ന നോക്കിയാലോ? എൻ്റെ കൂട്ടുകാരെല്ലാം ഓടി വന്നേ. അപ്പം നമുക്ക് അതിനുവേണ്ടി സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ പോമിഗ്രാനറ്റിൻ്റെ തൊലിയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് മുടി കറക്കാൻ നല്ലൊരു ഇതിൻ്റെ കറയാണ് മുടി കറപ്പിക്കുന്നത് കേട്ടോ. അത് വേറെ പ്രശ്നമൊന്നും നമുക്ക് വരത്തില്ല. നല്ല രീതിയിൽ മുടി കറുത്തും കിട്ടും കേട്ടോ, വെളുത്ത മുടി കറുത്ത് കിട്ടും. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ എല്ലാവരും പറയുന്നത് നല്ലപോലെ മുടി കറക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ബീട്രൂട്ട് എന്നറിയാമല്ലോ. പിന്നെ നെല്ലിക്കായും ഇതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പിക്കാനായിട്ടും മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറും, എല്ലാത്തിനും നല്ല നെല്ലിക്ക, പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക്
മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാവുള്ളൂ, അല്ലെങ്കിൽ അരയാൻ പാടായിരിക്കുമേ. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇതുപോലെ എടുക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ചേർത്ത സാധനം എന്ന് വെച്ചാൽ ആ പോമിഗ്രാനറ്റിൻ്റെ തോടാണ് കേട്ടോ. പിന്നെ 2-3 നെല്ലിക്കായും ഉണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടുള്ളത്, ഒത്തിരിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെറിയ തരിതിരിപ്പുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ, അത് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിപ്പിക്കകത്തിട്ടോ തുണിക്കകത്തിട്ടോ എങ്ങനെ വേണം, നല്ല വൃത്തിയുള്ള ഇതിനകത്തുനിന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയെങ്കിലും ജ്യൂസ് വേണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം. ഇത് ഇരുമ്പിൻ്റെ ചെറിയൊരു കടായിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു കടായി. ഇത് ഇരുമ്പിൻ്റെ കടായി തന്നെയാണ് കേട്ടോ. ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്, എനിക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെന്ന മിക്സ് ചെയ്യാനൊക്കെ ഞാൻ എല്ലാം ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇരുമ്പിൻ്റെ അംശം നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ മുടി കറുപ്പ് അടിക്കാനായിട്ട്, നല്ല രീതിയിൽ വെളുത്ത മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു അംശമാണ് ഇരുമ്പിൻ്റെ അംശം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ കറുപ്പ് കിട്ടും കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഹെന്ന പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബെഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെന്നയാണ് കേട്ടോ. ഇത് നല്ലതാണ് ഗ്രേ ഹെയറിന്. അപ്പോൾ ഇതുകൂടാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തത്. ഇതിനകത്ത് നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതുണ്ട്, ആഡായിട്ടുണ്ട്, നെല്ലിക്ക, അതുപോലെ തന്നെ നമ്മുടെ ഭൃംഗരാജയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മേത്തി, അതായത് ഉലുവയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മിയുണ്ട്. അപ്പോൾ ഇത് മുടിക്ക് പറ്റുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കറ്റ് വേറെ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഹെന്ന പൗഡർ മതി. നല്ല രീതിയിൽ ഗ്രേ ഹെയർ, അതായത് നമ്മുടെ വെളുത്ത മുടി കവർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെന്ന പൗഡറാണ് കേട്ടോ. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം മേടിക്കുമ്പോൾ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുക കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. നല്ല പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാനിത് പച്ചമരുന്ന് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ബെഞ്ചാരാസിൻ്റെ VLCCയുടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് തീർന്നുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് വാങ്ങിച്ചത്. അപ്പം ഞാനിതുപോലെ ഹെന്ന മിക്സ് ചെയ്യാറുണ്ട്. അപ്പം അത് നല്ല റിസൾട്ടാണ്. അപ്പം വെളുത്ത മുടി ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് ഇത് ചെയ്താൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാണോ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നാൽ ഒരുപാട് ഈ ഒരു വെള്ളത്തിന് 3 ടേബിൾ സ്പൂൺ മതി. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം മുടി തേക്കാനാണെങ്കിൽ ഇതൊരു പാക്കറ്റ് ഫുൾ ഇടണം. എന്നിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാവേ. 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിതിലേക്കൊരു കണക്കനുസരിച്ച് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ഓരോ സാധനം ചേർക്കുന്നതിന് നല്ലത് ഇങ്ങനെ ചേർക്കുന്നതാണ്. അപ്പോൾ നെല്ലിക്കയൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്. എന്നാലും നമ്മൾ ഈ പൊടിക്കകത്ത് നല്ല രീതിയിൽ നെല്ലിക്ക ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കായും ബൃംഗരാജും മേത്തി ഉലുവ ഇതെല്ലാം മുടിക്ക് നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. വെറുതെ നിങ്ങൾക്ക് ഇത് പായ്ക്കായിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോകാം. നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ മുടി കറുപ്പിക്കാനും നല്ലതാണ്. മുടി കറുപ്പിക്കാനാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്, വെളുത്ത മുടി കറുപ്പിക്കാൻ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കെമിക്കൽ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഗ്യാസ് തീ കൂട്ടിയല്ല വെച്ചേക്കുന്നത്, മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പിടിക്കും, നമുക്ക് ഒരു ഗുണവും കിട്ടാതെ വരും കേട്ടോ. നല്ല ഇതുണ്ടോ, ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇതുപോലെ ആക്കി അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇതുണ്ടോ, ഏകദേശം ആയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കറക്റ്റ് ഒരു പരുവവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പരുവത്തിൽ ഒരു ഡൈയുടെ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് എല്ലാം ഇങ്ങനെ അപ്പോൾ ഇനി നല്ലതായിട്ടൊന്ന് ഇതിങ്ങനെ നിരത്തി ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തലയെ തേക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇനിയും കുറച്ച് കട്ടൻ ചായ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം കട്ടൻ ചായ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ എടുക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വെളുത്തമുടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറുപ്പാവും. അപ്പോൾ ഇത് നമ്മൾ എത്ര നേരം വെക്കണം എന്ന് വെച്ചാൽ 1 മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കും.
അപ്പോൾ ആദ്യം ഒന്നും പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. 1-2 പ്രാവശ്യം ഇടുമ്പോഴത്തേനും നമ്മുടെ മുടിക്ക് വെളുത്ത മുടി നന്നായിട്ട് കറക്കുന്നതായിരിക്കും കേട്ടോ. ഇത് ആദ്യം ഒന്ന് ഇട്ട് നോക്കുക. ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരിക്കും കിട്ടുന്നത്. 1 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. പിന്നെ ഹെന്ന ചെയ്തവരുടെ മുടി ചിലപ്പോൾ പെട്ടെന്ന് പിടിക്കും, കറുപ്പ് കയറി പിടിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല രീതിയിൽ നമ്മൾ മുടി കറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ഹെയർ ഡൈ തയ്യാറെടുക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം തേച്ചിട്ട് ചിലപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ പോലെ ആയിരിക്കും നിങ്ങളുടെ ഹെയറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴത്തേനും മുടി നമ്മുടെ കറുത്ത് വരും. അതായത് ഹെന്ന ഒക്കെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇതൊരു നല്ല രീതിയിൽ പായ്ക്കായിട്ട് ഇതെന്തായാലും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അത്രയും സമയം വെച്ച് നമ്മുടെ മുടിയിൽ അത് പിടിക്കും. ഷാമ്പൂ ചെയ്ത ഹെയറിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാതെ ഓയിലൊക്കെ തേച്ച ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കത്തില്ല. എന്നിട്ട് പിടിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങൾ ട്രൈ ചെയ്യുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. കാരണം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു പോകാമല്ലോ. പല ഡൈകളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള പല ഹെയർ ഡൈയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ മാറി ഉപയോഗിക്കുക. യാതൊരു കെമിക്കലും ഇല്ല, യാതൊരു പ്രശ്നവും ഇല്ല. നമുക്കിതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അല്ലേ. ഇപ്പോൾ അഥവാ തന്നെ ചിലർക്ക് കരിഞ്ജീരകം അലർജി ആയിരിക്കും, പല കാര്യങ്ങൾ അലർജി ആയിരിക്കും. അതെന്താ, അത് മാറ്റിയിട്ട് വേറെ ഡൈകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കുക. ഉള്ളിത്തൊലി കൊണ്ട്, സവോളത്തൊലി കൊണ്ട്, ഇങ്ങനെയൊക്കെ ഹെയർ ഡൈ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് സാധനം. ഇതൊന്നും തല തേച്ചൊന്നും യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. വെറുതെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൈഡിൽ നിന്ന് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കുക. നിങ്ങൾക്ക് ചൊറിച്ചിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് നാച്ചുറൽ സാധനങ്ങൾ അലർജി ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ബൈ.